ഹായ് കൂട്ടുകാരെ, നമ്മളെ Q&A വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ പറയാമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഫോണിലെ മെമ്മറി ഫുള്ളായതുകൊണ്ട് വളരെ പെട്ടെന്ന് വീഡിയോ തീർന്നു. അപ്പോൾ അന്നേരം ആ പാർട്ടിനകത്ത് ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ തൊട്ട് ഈ പാർട്ടിൽ ചെയ്തു പോകുന്നതാണ്. എത്ര ക്വസ്റ്റ്യൻ വരുന്നൊന്നും ഇല്ല, കാരണം വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര ഫോണിൻ്റെ മെമ്മറി അനുസരിച്ച് അതങ്ങ് കട്ടായി പോകും. ഇനി അങ്ങനെ ഉദ്ദേശങ്ങൾ എന്തായാലും 10 മിനിറ്റ് വരെ ഒന്നും പോവില്ല, അത്രേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് മെമ്മറി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് പറഞ്ഞതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം അറബി ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഖുർആനും അറബും എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുകയായിരുന്നു. എനിക്കൊരു ഹൈസ്കൂൾ വരെയൊക്കെ സ്കൂളിലൊന്നും ഇന്ന് എക്സാം ഒന്നും നടത്തിയിട്ടുണ്ടായിട്ടില്ല. എക്സാം ദിവസം ടീച്ചേഴ്സിൻ്റെ കൂടെ നിർത്തി ഞാൻ എക്സാം നടത്തും. പിന്നെ വേറെ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഈ അറബി ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതുപോലെ പള്ളിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് വാങ്ങിച്ചായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ജോലിയൊക്കെ ഒരു ടീച്ചേഴ്സ് എല്ലാം പറയുമായിരുന്നു, കറക്റ്റ് ഒരു 18 വയസ്സിൽ ആദ്യത്തെ PSC തന്നെ അവർക്ക് ജോലി കിട്ടും. കാരണം ഇത് എനിക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം അവൾ പഠിച്ച് ജോലി വാങ്ങിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് എനിക്ക് കുറച്ച് യാത്രകളൊക്കെ പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഹിഫ്ദിന് പോകണം. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ഖുർആൻ്റെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച് ഞാനിപ്പോൾ വന്നിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ടി വന്നു, TV ഷോസ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച പോലൊന്നും അല്ല എൻ്റെ ജീവിതം പോയത്. എനിക്ക് ഒരുപാട് ട്രാജഡികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചെയ്യുന്ന യൂട്യൂബും എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ഓരോ ഐഡിയാസ് വെച്ചിട്ട് ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ തന്നെ ചെയ്യല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പിന്നെ നമുക്ക് അതൊരു നല്ല വ്യൂസൊക്കെ കിട്ടി പോകാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യാനൊരു ആവേശം തോന്നും. പക്ഷേ എനിക്ക് നേരെ ഡിസപ്പോയിൻമെൻറ്റാണ് പലപ്പോഴും തോന്നാറുള്ളത്. വെറൈറ്റി ചെയ്യുമെന്ന് പറയുമ്പം എൻ്റെയൊക്കെ പിന്നാലെ തുടങ്ങിയ ആൾക്കാർ വെറൈറ്റി ഒന്നും ചെയ്തിട്ടില്ല. അവർ ഈ ചുറ്റുവട്ടത്തെ ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീഡിയോസൊക്കെ പിടിച്ച് അതുപോലെ തന്നെ കുറേ പ്രാങ്കും അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അവരൊക്കെ കയറിപ്പോയവരുണ്ട്. അവർക്കൊക്കെ കൂടെ വീഡിയോസൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്, എനിക്ക് ആരും ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ തുഴഞ്ഞു പോകാനും. വീഡിയോയും ഞാൻ തന്നെ, എഡിറ്റിങ്ങും ഞാൻ തന്നെ, ഡയറക്ഷനും ഞാൻ തന്നെ, അവസാനം കാണുന്നത് ഞാൻ തന്നെ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നു. പിന്നെ എനിക്ക് പ്രൊഫഷൻ നമ്മൾ ഓരോ പ്രിവിലേജ് വെച്ചിട്ട് പ്രൊഫഷൻ പറയുമല്ലോ. കുറേ ആൾക്കാരെ സാറന്മാരെന്ന് വിളിക്കും, ചെരുപ്പ് തേക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ആഗ്രഹം എടുക്കാൻ വരുന്ന ആൾക്കാരോടൊന്നും ഒരു ഇതുമില്ലാതെ നമ്മൾ സംസാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരെയും ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാവരും ഒന്നുപോലെ കാണുന്നത്, ആരും വലുത് ചെറുതൊന്നും ചിന്തിക്കുന്നില്ല. പ്രൊഫഷൻ ബേസ് അങ്ങനെ ഒരു കാര്യം കൂടി എനിക്കുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ധൈര്യവതിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല ധൈര്യമുള്ള ബോൾഡായിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരുന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനിങ്ങനെ ഇവിടെ ഉള്ളത്. കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് അസുഖം വന്ന സമയത്താവട്ടെ, അസുഖമെന്ന് പറയാനുള്ള വാക്കൊന്നുമില്ല, ഓടിച്ചാടി നടന്ന ഒരാൾക്ക് പെട്ടെന്ന് 2 കാലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഈവനൊന്ന് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ പോയിട്ട് ഞാൻ അവിടെ നിന്നും പറഞ്ഞില്ല, ഞാൻ നടക്കും, ഓടിച്ചാടി നടക്കും, ഞാൻ TV-യിലേക്ക് പോവും, ഞാനിങ്ങനെ നടക്കണം, നിങ്ങളൊക്കെ എന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലെല്ലാം പിടിച്ച് കയറി. അതുപോലെ തന്നെ ജീവിതത്തിലൊരു വീട് എന്ന് പറയുന്നത്, എനിക്ക് ജനിച്ചപ്പോഴേ എനിക്ക് കുഞ്ഞുപ്രായത്തിൽ വീടൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് അത് പലരും പിടിച്ച് പറിച്ചിട്ട് ഞാനിങ്ങനെ നീളെ ഒരു നാടോടിയെപ്പോലെ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ നടക്കുന്ന കാലത്തെല്ലാം പിടിച്ചു പറിക്കലും ദ്രോഹങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ, കോടതി, മജിസ്ട്രേറ്റ്, കളക്ടർ, അവിടെ ഇവിടെ എല്ലാം ഓടി കയറേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക്. അവിടെ എല്ലാം ഞാൻ ബോൾഡായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ നമ്മൾ സാധാരണക്കാരിയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ, രാഷ്ട്രീയത്തിൻ്റെ ചായ്വോ കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരു പ്രിവിലേജും ഇല്ല എന്നുള്ളത് കൊണ്ട് നീതി എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ കൂടെ വന്നില്ല. അത് കുറച്ച് ക്യാഷും പിടിപാടുമൊക്കെ ഉള്ളവരുടെ കൂടെ പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ധൈര്യവതിയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ഒരാളാണ്. കാരണം എനിക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മരണം അതെനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല. ഈവൻ അതിൻ്റെ പെറ്റ്സ് ആയിക്കൊള്ളട്ടെ, ഞാൻ മരമായാലും മൃഗമായാലും മനുഷ്യരായാലും എല്ലാം ജീവൻ എന്നെപ്പോലെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഈവൻ എനിക്കൊരു ഇറച്ചിയും മീനും മുട്ടയും കഴിക്കാറില്ല ഞാൻ. അതുങ്ങളെയൊക്കെ കൊല്ലേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്കൊരു മരം മുറിക്കുന്ന കണ്ടിരിക്കാനുള്ള ശേഷിയില്ല. ഇത്തിരി സൗണ്ട് കേട്ടാൽ തന്നെ നല്ല പേടിയുള്ള ഒരാളാണ്.
ഇമോഷണലി ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുന്നതനുസരിച്ച് ഈ ധൈര്യം ചോർന്ന് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത പഴയ ധൈര്യത്തിലേക്ക് പോകാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ധൈര്യവതിയാണെന്ന് തന്നെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 കൂട്ടുകാരുടെ പ്രപ്പോസൽ ഒരുമിച്ച് വന്നാൽ, അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരുടെ പ്രപ്പോസൽ ഒരുമിച്ച് വന്നാൽ ആരെ ചൂസ് ചെയ്യും? ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചേരുന്ന ആളിനെയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാരണം വെച്ചാൽ ഈ 2 കൂട്ടുകാരുടെ പ്രപ്പോസൽ ഒരുമിച്ച് വരുമ്പോൾ അവരെന്തായാലും 2 കൂട്ടുകാരായിരിക്കും ദിവസവും കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഞാനതിലൊരാളെ മാരേജ് ചെയ്തിട്ട് മറ്റൊരാളുടെ മുന്നിൽ കൂടെ പോകുമ്പം മറ്റൊരു വ്യക്തി വിചാരിക്കുന്നതോ വലിയ കുറവുള്ള ഒരാളായതുകൊണ്ടല്ലേ എന്നെ വേണ്ടാന്ന് പറഞ്ഞെന്നൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കില്ല. അത് 2 അപ്പുറത്തിപ്പുറത്തെ വീട്ടിലുള്ളവരായാൽ തന്നെ ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് പോലും ഞാൻ